ഈ വഖഫിൻ്റെ ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുക DMKയും മുസ്ലിം ലീഗും. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ചര്യപ്രകാരമുള്ള ദൈവത്തിനുള്ള ദാനമാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ആദ്യമായി വഖഫ് ചെയ്തത്? അതെ, നല്ല ചോദ്യമാണ്. കാരണം പ്രവാചകൻ ഈ വഖഫ് എന്ന് പറഞ്ഞ സംവിധാനം തുടങ്ങുമ്പോൾ ഒരാൾ ആദ്യം ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് സ്വത്ത് കൊടുത്തിരിക്കണമല്ലോ. അത് ലോക്സഭയിൽ ഈ വഖഫ് ചർച്ചയ്ക്കിടയിൽ അത് വെളിപ്പെട്ടു. അതായത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട MP ആണ് നിഷികാന്ത് ദുബെ. ജാർഖണ്ഡ് ഗോഡയിൽ നിന്നുള്ള MP ആണ് നിഷികാന്ത് ദുബെ. അദ്ദേഹമാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പെടുത്തിയത് ഇപ്പൊ ചൂടുപിടിച്ച ചർച്ചയായി വരുന്നുണ്ട്. അതിങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇത് വരുന്നത്. റബ്ബി മക്കാരി. റബ്ബി എന്ന് പറഞ്ഞാൽ ഇത് ജൂതന്മാരുടെ പദവിയല്ലേ? അദ്ദേഹം ജൂത പണ്ഡിതനായിരുന്നു, അവരുടെ പ്രീസ്റ്റുമായിരുന്നു. പക്ഷെ ഈ റബ്ബി മക്കാരിക്ക് എന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ പ്രവാചകന്റെ കൂടെ 625 ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഓ, അത് ശരി. പ്രവാചകനും ജൂതന്മാരുമായിട്ട് ആദ്യകാലത്ത് നല്ല ബന്ധം ഉണ്ടായിരുന്നു. സത്യത്തിൽ നല്ല ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ചരിത്രപരമായിട്ട്. ചില സമയത്ത് ഇങ്ങനത്തെ ആളുകൾ വരുമല്ലോ, എല്ലാത്തിന്റെ അകത്തും ഒരു നമ്മുടെ ജോർജ് സോറോസും ജൂതനാന്ന് പറയുന്ന പോലെ. അത് തന്നെ സംഭവം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ജൂതന്മാരുമായിട്ട് വലിയ തർക്കമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജൂതന്റെ എല്ലാം കോപ്പി അടിച്ചിട്ടാണല്ലോ ഇവര് ഉണ്ടാക്കിയെന്ന് ആക്ഷേപം പൊതുവിലുണ്ട്. ജൂത ആചാരങ്ങളും വാങ്കുവിളി ഉൾപ്പെടെ ശരി തന്നെയാണല്ലോ, കാരണം അബ്രഹാമിക് മതത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഈ തർക്കം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലിശ ഇല്ലല്ലോ, പലിശ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ ഇസ്ലാമില്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്റെ കാലത്ത് ജൂതന്മാര് വലിയ പലിശക്കാരാണ്. അതിപ്പോഴും ഇപ്പോഴും വലിയ റൂഥർഫോർഡ് പോലത്തെ വലിയ ബാങ്കിങ് കമ്പനികൾ ആഗോള തലത്തിലുള്ള ജൂതന്മാരുടെ ഉണ്ട്. അപ്പൊ ഈ മദീനയിലെ ജൂതന്മാര് രണ്ട് കാര്യങ്ങൾ, ഈ പന്നിമാംസം വിറ്റ് പണം ഉണ്ടാക്കുന്നു, പിന്നെ പലിശയ്ക്ക് പണം കൊടുത്ത് ഈ പിന്നീട് മുസ്ലിങ്ങളായവരുടെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ ഇത് രണ്ടും നിരോധിച്ചത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അതായത് അപ്പൊ അതിന് വേറൊന്നുകൂടി ഉണ്ട്. ഈ മക്കയിലും മദീനയിലും ഒക്കെ പണ്ട് ജൂതന്മാരുണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? അതെ, അവര് പല ഭാഗത്തേക്ക് ചെതറിപ്പോയില്ലേ, ഓടിപ്പോണ്ടി പലായനം. അപ്പോ ഈ റബ്ബി മക്കാരിക്ക് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ഇതിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ ഓർച്ചാർഡ് പഴത്തോട്ടം ഞാൻ ഈ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങേ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ റബ്ബി മക്കാരിക്കിൻ്റെ ഈ പഴത്തോട്ടം അതാണ് ആദ്യത്തെ വഖഫ് എന്ന് നിഷികാന്ത് ദുബെ ലോക്സഭയിൽ വെളിപ്പെടുത്തി. അതൊരു വല്ലാത്ത വെളിപ്പെടുത്തലായിപ്പോയി. കാരണം എന്താന്ന് വെച്ചാൽ പൊതുവെ ഇങ്ങനൊരു ബന്ധം ഇസ്ലാമിലുള്ളത് പുറത്തു പറയാൻ ഒരാൾക്കും താല്പര്യമില്ല. കാരണം ജൂതരും ഇവരും തമ്മില് നല്ല ബന്ധമല്ലേ. ഞാനിപ്പോ നേരെ തെറ്റോന്ന് എനിക്കറിയില്ല. അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അതായത് നബി ഒടുവിൽ മരിക്കുന്നത് തന്നെ ഒരു ജൂത സ്ത്രീ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടാണെന്നൊക്കെയുള്ള ഒരു പ്രചാരണമുണ്ട്. കാരണം യുദ്ധത്തിൽ അടിമയായി പിടിച്ചൊരു സ്ത്രീ അവരങ്ങനെ വിഷം ചേർത്ത് പതുക്കെ കൊടുത്ത് സ്ലോ പോയിസൺ കൊടുത്ത് കൊന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല ശരിയാണോ തെറ്റാണോ അറിയില്ല. ലെനിനെ കൊന്നത് അങ്ങനെയാണ്. അതറിയാം, നമുക്കറിയാം, ചരിത്രമുണ്ട്. അതിപ്പോ ഇങ്ങനെ പല ഈ പ്രവാചകനായ മുഹമ്മദ് നബിയെ കുറിച്ച് പല കഥകൾ എപ്പോഴും ഇസ്ലാമിസ്റ്റുകളും മാർക്സിസ്റ്റുകളും തമ്മിലൊരു ബന്ധം. അത് അല്ല, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം വിരുദ്ധത പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിങ്ങനെ കുറെ കഥകൾ പറയുന്നുണ്ട്. ഇതിന്റെ ആധികാരികത ഞാൻ ഒരിടത്തും ഇസ്ലാമിക പുസ്തകങ്ങളൊന്നും വായിച്ചു കണ്ടിട്ടില്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഉണ്ടാക്കി പറയുന്ന കഥകളായിരിക്കും. അങ്ങനെയായിരിക്കാം. അപ്പൊ ഇതിനെപ്പറ്റി പിന്നീട് ഇപ്പൊ ചർച്ച ചൂടുപിടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കൂടുതൽ മറ്റേ ഇസ്ലാമിക പണ്ഡിതർ ഇത് അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ച വരുമ്പോൾ ഹരിയാനയിലെ വഖഫ് ബോർഡിന്റെ വെൽഫെയർ ഓഫീസർ മുബാറക് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്,
കഥകളിലും അനുഭവ വിവരണങ്ങളിലും ഒക്കെ ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ട്. പക്ഷെ ഹാദിത്തിൽ ഇതില്ല. ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ശേഷം അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നതാണല്ലോ ഈ ഹാദിത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇത് പറയുന്നില്ല. കഥകളിലും അനുഭവ വിവരണങ്ങളിലും ഉണ്ട്, ഇസ്ലാമിക ചരിത്രത്തിലും പറയുന്നില്ല. അപ്പൊ ദുബെ എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു എന്നും ചോദിക്കുന്നുണ്ട്. 2022 ജൂലൈയിൽ യൂറേഷ്യ റിവ്യൂ, അതിൽ അലൻ എസ് മാലർ, അദ്ദേഹം റബ്ബിയ, അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ഭാഗങ്ങൾ ടൈംസ് ഓഫ് ഇസ്രയേൽ കൊടുത്തിരുന്നതാണ്. ടൈംസ് ഓഫ് ഇസ്രയേലില് കോളമിസ്റ്റുമാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഉഹദ് യുദ്ധകാലത്ത് താൻ കൊല്ലപ്പെട്ടാൽ എല്ലാ സമ്പത്തും, അതായത് 7 ഈ പഴത്തോട്ടങ്ങൾ ഉൾപ്പെടെ 7 പഴത്തോട്ടങ്ങൾ ഉൾപ്പെടെ തൻ്റെ എല്ലാ സ്വത്തും പ്രവാചകന് അദ്ദേഹം കൊടുത്തു. യുദ്ധത്തിന് മുമ്പ് കൊല്ലപ്പെട്ടാൽ താങ്കൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ഈ അവകാശം വച്ചാണ് പ്രവാചകൻ ആദ്യ വഖഫ് സൃഷ്ടിച്ചത്. മെദീനയിലെ ഏഴകൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിച്ചത് എന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യൂറേഷ്യ റിവ്യൂവില് അലൻ മാലർ ഉദ്ധരിച്ചത്, അദ്ദേഹം വേറൊരു സ്ഥലത്ത് നിന്ന് എടുക്കണമല്ലോ, അദ്ദേഹം ഉദ്ധരിച്ചത് വേറൊരു സ്കോളറെയാണ്. ദലാവറ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുക്തേദാർ ഖാൻ, മുസ്ലിമിനെ തന്നെ, മുക്തേദാർ ഖാൻ, ഡയറക്ടർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് പ്രോഗ്രാം ദലാവറ യൂണിവേഴ്സിറ്റിയിൽ, അദ്ദേഹത്തിനെയാണ് ഉദ്ധരിച്ചത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഇസ്ലാമിലെ ആദ്യ ജൂത രക്തസാക്ഷിയാണ് ഈ റബ്ബി മുക്കാരിക്. ഒരു പക്ഷേ ഏക ജൂത രക്തസാക്ഷിയുമായിരിക്കും അതിനുശേഷം പിന്നെ ജൂത രക്തസാക്ഷിയാക്കാനാണല്ലോ ഇവർ നടന്നിട്ടുള്ളത്. 2023 ഓഗസ്റ്റിലെ യൂറേഷ്യ റിവ്യൂവിൽ മാലർ വീണ്ടും എഴുതിയിരുന്നു ഇതേ വിഷയം കുറച്ചുകൂടി വികസിപ്പിച്ചിട്ട്. അതിൽ പറഞ്ഞു മെദീനയിൽ നിന്നുള്ള ജൂതനായിരുന്നു അദ്ദേഹം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മെദീനയിലാണ് ആ പലിശയുടെ പന്നിയുടെ കാര്യം എന്ന്. അപ്പൊ ഈ കഥാപാത്രം എന്തുകൊണ്ട് ഇസ്ലാമിക മുഖ്യധാരയിൽ ഇല്ല എന്നാണല്ലോ അടുത്ത ചോദ്യം. ജൂതനായതുകൊണ്ടായിരിക്കും. അതെ, ഇല്ല. അപ്പൊ ലണ്ടനിലെ മില്ലി ക്രോണിക്കിൾ ഡയറക്ടർ സഹാഖ് തൻവീർ പറയുന്നു, അത് ഞങ്ങൾക്കറിയില്ല എന്തുകൊണ്ടില്ല എന്ന്. മദീനയിൽ പ്രവാചകന്റെ അനുയായികൾക്കൊപ്പം അദ്ദേഹത്തിനെ സംസ്കരിച്ചു എന്ന് പറയുന്ന കാര്യവും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അനുയായികൾക്കൊപ്പം സംസ്കരിച്ചു എന്നാണല്ലോ. അതെ, അങ്ങനെ കഥയുണ്ട് എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് JIH അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഇനാമുർ റഹ്മാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അല്ലാഹുവിൻ്റെ പേരിൽ അർപ്പണം പണ്ടും ഉണ്ടായിട്ടുണ്ട്. മുക്കാരിക്, അതായത് റബ്ബി മുക്കാരിക് ജൂതൻ, അദ്ദേഹം പ്രവാചകനോട് ആ പഴത്തോട്ടത്തെ പറ്റി പറഞ്ഞപ്പോൾ പ്രവാചകൻ അത് വഖഫാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി വിവരമുള്ള ആളുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇതൊരു ചരിത്രം തന്നെയാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ജൂതന്മാരിൽ ചിലർക്കെങ്കിലും പ്രവാചകന്റെ ജീവിത രീതിയോടും ഒക്കെ താല്പര്യം തോന്നിയിരിക്കാം. അവരൊന്നിച്ച് മുന്നോട്ട് കുറച്ചു കാലമെങ്കിലും ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുത്തു എന്നല്ലേ പറയുന്നത്. നിർണായക യുദ്ധമാണ്. അയാൾ ചെറിയ ഒരുപാട് തോട്ടങ്ങളൊക്കെയുള്ള സമ്പന്നനായിരുന്നിരിക്കാം. അന്ന് നബിയെ സഹായിച്ചിട്ടുണ്ടാവാം. പിന്നെ അയാൾക്ക് ചിലപ്പോൾ ഈ പലിശയോടൊക്കെ എതിർപ്പ് ഉണ്ടാവാം. പിന്നീട് അയാൾക്ക് ഈ ഒരു മതത്തിൽ ആശയത്തോട് താല്പര്യം തോന്നി വരുന്ന ആളുകളാണല്ലോ പല വിശ്വാസധാരകളിലേക്കും വരുന്നത്. അപ്പൊ അത് അങ്ങനെ വരുന്ന അയാൾ ഇസ്ലാം ആയതായിട്ട് കേൾക്കുന്നില്ല അല്ലേ? ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് റബ്ബി തന്നെയാണ്. അതാണ് ജൂതന്മാരുടെ പുരോഹിതനായിട്ട് തന്നെ തുടർന്നുകൊണ്ട് നബിയുമായി. കാരണം കൺവേർഷനൊക്കെ പിന്നീടല്ലേ വരുന്നുള്ളൂ. സഹകരണം ഇത് ഇസ്ലാം സ്ഥാപനത്തിന്റെ പീരീഡ് അല്ലേ. ഇസ്ലാം ഉണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നീട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള കെട്ടുകഥകളോ അല്ലെങ്കിൽ ഈ കഥകൾക്കൊക്കെ ഇടം കൊടുക്കുമാറ് ജൂതവിരോധം ഇസ്ലാമിലേക്ക് എങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് പിന്നീട് ഉണ്ടായി വന്നു. അതിന് കാരണം എന്താണെന്ന് ഇപ്പം എനിക്കിപ്പോൾ അറിയില്ല. എന്തുകൊണ്ടാണ് ജൂതന്മാരോട് ഇസ്ലാമിന് ഇത്ര ദേഷ്യം എന്താണ് എന്ന് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. അതെന്തായാലും വേറൊരു മതം വന്നല്ലോ, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടു. ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാനം വിഗ്രഹഭഞ്ജനവും എല്ലാം മക്കയിലെ
മക്കയിലെ ഈ മോസ്ക് എന്ന് പറയുന്നിടത്ത് വേറെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എടുത്ത് നീക്കുന്നതാണ് അവസാനത്തെ കർമ്മം എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ ഇസ്ലാം വരുന്നതും ഒക്കെ. അപ്പോൾ ഈ മറ്റേ മദീനയിലെ ജൂതന്മാർക്കെതിരെ എന്തായാലും സമരം ഉണ്ടല്ലോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ. അത് ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അതെ. ഏതായാലും ആദ്യത്തെ വഖഫ് ഒരു ജൂതന്റെ ആയിരുന്നു എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.